വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം ഭൂഷുണ്ഡ ഉപാഖ്യാനം ഓഡിയോ ബുക്ക് തുടരുന്നു. പേജ് 303 267 ശ്ലോകം. ദോഷമുക്ത ഫലപ്രോത വാസനാതന്തുസന്തതിഃ ഹൃദിന ഗ്രഥിതായസ്യ മൃത്യുസ്തം ന ജിഘാംസതി. രാഗദ്വേഷങ്ങളാകുന്ന മുത്തുമണികൾ കോർത്തിണക്കിയിട്ടുള്ള വാസനയാകുന്ന നൂൽത്തിര ആരുടെയുള്ളിൽ തച്ച് ചേർത്തിട്ടില്ലയോ അയാളെ പിടികൂടാൻ മരണം ആഗ്രഹിക്കുന്നില്ല. പുത്രമിത്ര കളത്രാദി സംഘങ്ങളാകുന്ന വൃക്ഷങ്ങൾക്ക് കോടാലികളായി വർത്തിക്കുന്നവയും ദേഹത്തെ സദാ കാർന്നു തിന്നുന്ന പുഴുക്കളുടെ രൂപത്തിലുള്ളവയുമായ മാനസദുഃഖങ്ങൾ ആരെ വിവശനാക്കുന്നില്ലയോ അയാളെ മരണം സമീപിക്കുന്നതേയില്ല. ദേഹമാകുന്ന വൃക്ഷത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നവയും ചിന്തകളാകുന്ന പത്തികൾ വിടർത്തി നിൽക്കുന്നവയുമായ ആശാസർപ്പങ്ങൾ ആരെ കടിച്ച് ദഹിപ്പിക്കുന്നില്ലയോ അയാളെ മരണമടുക്കുന്നതേയില്ല. രാഗദ്വേഷങ്ങളാകുന്ന വിഷം വമിക്കുന്നതും മനസ്സാകുന്ന പൊത്തിൽ ഒളിഞ്ഞിരിക്കുന്നതുമായ ലോഭമൂർഖൻ ആരെ കുത്തി മോഹാലസ്യപ്പെടുത്തുന്നില്ലയോ അയാളെ മരണമടുക്കുന്നതേയില്ല. വിവേകജലത്തെ മുഴുവൻ കുടിച്ചു വറ്റിക്കുന്നതും ദേഹമാകുന്ന സമുദ്രത്തിൽ ബടവാഗ്നി പോലെ ജ്വലിക്കുന്നതുമായ കോപം ആരെ ചുട്ടെരിക്കുന്നില്ലയോ അയാളെ മരണം അടുക്കുന്നില്ല. അതിഭീഷണമായ ആട്ടുയന്ത്രം എള്ളിൻകൂട്ടത്തെ അരച്ചു പിഴിയുന്നത് പോലെ കാമം ആരെ അരച്ചു പിഴിയുന്നില്ലയോ അയാളെ മരണം അടുക്കുന്നതേയില്ല. 268 ശ്ലോകം. ഏകസ്മിൻ നിർമ്മലേന പദേ പരമപാവനേ സംശ്രിതാ ചിത്തവിശ്രാന്തിസ്തം മൃത്യുർന ജിഘാംസതി. അത്യന്തം ശുദ്ധവും പരമശാന്തിപ്രദവുമായ പരമാത്മപദത്തിലെത്തി ആരുടെ ചിത്തമാണോ പൂർണ്ണ വിശ്രമം അനുഭവിക്കുന്നത് അയാളെ മരണം അടുക്കുന്നതേയില്ല. ബ്രഹ്മൻ മുൻപറഞ്ഞ രാഗദ്വേഷാദി മഹാദോഷങ്ങളാണ് സംസാര രോഗഹേതുക്കൾ. സർവത്ര ഏകതത്വം അഭ്യസിച്ച് ഉറപ്പിക്കുന്നവരെ ഈ ദോഷങ്ങളൊന്നും ലേശം പോലും പിന്തുടരുന്നില്ല. ആദിവ്യാധികളുടെ കടന്നാക്രമണങ്ങളോ മോഹഭ്രമങ്ങൾ മൂലമുള്ള ഇളക്കങ്ങളോ സർവത്ര ഏകതത്വം അഭ്യസിച്ച് ഉറപ്പിക്കുന്നവരെ ലേശം പോലും പിന്തുടരുന്നില്ല. കാമക്രോധാദി വികാരങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നവയും ഹൃദയാകാശത്തെ കൂരിരുട്ടുകൊണ്ട് നിറയ്ക്കുന്നവയുമായ ചിന്തകളൊന്നും സർവത്ര ഏകതത്വം അഭ്യസിച്ച് ഉറപ്പിക്കുന്നവരെ ഒരു തരത്തിലും ശല്യപ്പെടുത്തുന്നില്ല. ദുരർത്ഥങ്ങളോ ദുഷ്കർമ്മങ്ങളോ ദുർഗുണങ്ങളോ ദുർവാക്കുകളോ ദുർവിചാരങ്ങളോ ഏകവസ്തുതത്വം ഉറപ്പു വന്നവരെ ഒരിക്കലും കീറി മുറിക്കുന്നില്ല. അതുകൊണ്ട് 269 പദ്യം. യദുദർക്കഹിതം സത്യം അനുപാധിഗതഭ്രമം ദുരൂഹിതദശോന്മുക്തം തൽപരം കാരയേൻ മനഃ. ഉദർക്കഹിതം ഭാവിയിൽ പൂർണ്ണഹിതം നേടിത്തരുമെന്ന് ഉറപ്പുള്ളതും സത്യം ജഗത്തിൻ്റെ സത്യസ്വരൂപമായി വിലസുന്നതും അനുപാധി യാതൊരുവിധമായ സങ്കുചിത ചിന്തകൾക്കും വഴങ്ങാത്തതും ഗതഭ്രമം ഭ്രമം പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയതും ദുരീഹിത ദശോന്മുക്തം അജ്ഞാനജന്യമായ സംസാര ദുഃഖം സ്പർശിക്കാത്തതുമായ യത് യാതൊന്നാണോ ഉള്ളത് തൽപരം അതിനെ മാത്രം മനഃകാരയേത് മനസ്സുകൊണ്ട് ആശ്രയിക്കേണ്ടതാണ്. ഭാവിയിൽ പൂർണ്ണഹിതം നേടിത്തരുമെന്നുറപ്പുള്ളതും ജഗത്തിൻ്റെ സ്വരൂപമായി വിലസുന്നതും ഏതൊരു വിധമായ സങ്കുചിത ചിന്തകൾക്കും വഴങ്ങാത്തതും ഭ്രമം പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയതും അജ്ഞാനജന്യമായ സംസാര ദുഃഖം സ്പർശിക്കാത്തതുമായ യാതൊന്നാണോ ഉള്ളത് അതിനെ മാത്രം മനസ്സുകൊണ്ട് ആശ്രയിക്കേണ്ടതാണ്. തത്പരം കാരയേൻ മനഃ
മനസ്സിനെ അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. ഏതിൽ? ജീവിതത്തെ ആത്യന്തികമായി പൂർണ്ണധന്യതയിൽ എത്തിക്കുന്ന വസ്തുവിൽ. ഏതാണ് ആ വസ്തു? അതാണ് അഖണ്ഡബോധ സ്വരൂപമായ ബ്രഹ്മം. ഈ പലതു കാണുന്നതൊക്കെ അതിലെ വെറും ഇന്ദ്രജാലം. ഇത് മനസ്സിനെ രാപ്പകലില്ലാതെ ഓർമ്മിപ്പിക്കണം. അങ്ങനെയായാൽ ജീവിതം ആത്യന്തിക ധന്യതയിൽ എത്തുന്നതിൻ്റെ ക്രമം എന്താണ്? അത് ഭാവിയിലെ പൂർണ്ണഹിതം ഉറപ്പുവരുത്തും. ജീവിതാന്ത്യത്തിലെ തൃപ്തിയും സന്തോഷവുമാണല്ലോ ഭാവിഹിതം. പലതുകണ്ട് ദുഃഖത്തിനായി, പലതുകണ്ട് സുഖത്തിനായി അവയുടെ പിന്നാലെ പായുന്നവർക്ക് ജീവിതാന്ത്യത്തിൽ അത് സാധ്യമാകുമോ? ഒരിക്കൽ കൂടി വായിക്കാം. ഭാവിയിലെ പൂർണ്ണഹിതം ഉറപ്പുവരുത്തും. എന്ത്? ജീവിതം ആത്യന്തിക ധന്യതയിൽ എത്തുന്നതിൻ്റെ ക്രമം എന്താണ്? അത് ഭാവിയിലെ പൂർണ്ണഹിതം ഉറപ്പുവരുത്തും. ജീവിതാന്ത്യത്തിലെ തൃപ്തിയും സന്തോഷവുമാണല്ലോ ഭാവിഹിതം. പലതു കണ്ട് സുഖത്തിനായി അവയുടെ പിന്നാലെ പായുന്നവർക്ക് ജീവിതാന്ത്യത്തിൽ അത് സാധ്യമാകുമോ? സത്യബോധം ഒന്നു മാത്രമേയുള്ളൂ സാധ്യമാകൂ. സത്യബോധം ഒന്നു മാത്രമേ അത് സാധ്യമാക്കൂ. ബോധരൂപമായ ബ്രഹ്മമാണ് ബ്രഹ്മത്തിലെ ശാസ്ത്രീയ സത്യമെന്ന് ചിരകാലമായി പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ലേ? സങ്കുചിതത്വമല്ലേ എവിടെയും ദുഃഖകാരണം? അദ്വയവും അഖണ്ഡവുമായ ബോധാനുഭവത്തിൽ യാതൊരു സങ്കുചിതത്വവും സാധ്യമല്ലല്ലോ. സത്യം അഭ്യസിക്കുന്ന ചിത്തം ആകാശം പോലെ ഉപാധിരഹിതവും പരിശുദ്ധവുമായി തീരുന്നു. യുക്തിയില്ലാതെ പലതും ഉണ്ടെന്ന് തോന്നുന്നതാണ് ഭ്രമം. ഭ്രമം എങ്ങനെ സുഖപ്രദമാകും? അദ്വയ സത്യാനുഭവത്തിലല്ലാതെ ഭ്രമം എവിടെ മാറിക്കിട്ടും? രണ്ടുണ്ട് എന്ന ഭേദചിന്തയാണ് അജ്ഞാനം. സംസാരഹേതുവായ ഈ അജ്ഞാനം അദ്വൈത ബോധാഭ്യാസം കൊണ്ടേ മാറൂ എന്ന് തീർച്ചയാണല്ലോ. അഹോ, ജീവിതത്തെ ഇത്രയൊക്കെ ധന്യമാക്കുന്ന സത്യം സ്പഷ്ടമായി തെളിഞ്ഞിട്ടും ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ അതിനെ ആശ്രയിക്കാൻ കൂട്ടാക്കാത്തതാണ് ആശ്ചര്യം. അതുതന്നെയാണ് മായ. ഭൂചുണ്ടൻ തുടർന്നു. ചിരകാലം ജീവിതത്തെ സംസാര ചക്രത്തിൽ ഭ്രമിപ്പിക്കാൻ ഇടയുള്ള നാനാത്വഭ്രമമെന്ന പിശാചിൻ്റെ നിഴൽ പോലും കളങ്കപ്പെടുത്താത്ത ഏകസത്യത്തിൽ തന്നെ മനസ്സ് ഉറപ്പിക്കേണ്ടതാണ്. എല്ലാ ദുഃഖങ്ങളുടെയും അന്ത്യദശയാണ് ആത്മചിന്ത. മഹർഷി, അങ്ങയെപ്പോലുള്ളവർക്ക് അത് എളുപ്പം, എന്നെപ്പോലെയുള്ളവർക്ക് പ്രയാസം. സൃഷ്ടിക്കൊക്കെ അപ്പുറം നിൽക്കുന്നതും പ്രപഞ്ചത്തിൻ്റെ പരമകാരണ സ്വരൂപവുമായ ആ സത്യത്തെ മോഹബദ്ധമായ സാമാന്യ ബുദ്ധിക്ക് പ്രാപിക്കാൻ വിഷമം തന്നെയാണ്. അല്ലയോ മുനീശ്വര, ആത്മചിന്തയ്ക്ക് ഒരുപോലെ അംഗീകരിക്കപ്പെടാവുന്ന വിവിധ മാർഗങ്ങളുണ്ട്. ആത്മചിന്താ സഹചാരിയായ അവയിൽ നിന്നും ഒരെണ്ണം ഞാൻ പ്രത്യേകമായി അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ ദുഃഖങ്ങളും ക്ഷയിപ്പിക്കുന്നതും സർവ്വസൗഭാഗ്യങ്ങളും നേടിത്തരുന്നതുമായ പ്രാണചിന്തയെയാണ് ഞാൻ സമാശ്രയിച്ചിട്ടുള്ളത്. രാമ, ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദമായി വിവരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമില്ലെങ്കിലും പക്ഷിശ്രേഷ്ഠനായ ഭൂചുണ്ടനോട് ശാന്തമായി കളിയായി ഞാൻ വീണ്ടും ഇങ്ങനെ ചോദിച്ചു. വസിഷ്ഠൻ ചോദിച്ചു, എല്ലാ സംശയങ്ങളും ഛേദിക്കാൻ കഴിവുള്ള അത്യന്ത ചിരഞ്ജീവിയായ അല്ലയോ മഹാത്മൻ, എന്താണ് പ്രാണചിന്ത? വ്യക്തമായി ഒന്ന് വിവരിക്കൂ. ഭൂചുണ്ടൻ പറഞ്ഞു, ഭഗവൻ, അതിമനോഹരമായ ഈ ദേഹഗൃഹത്തിൽ ഇരിക്കവേ പ്രാണാനുസന്ധാനം എങ്ങനെ ശീലിക്കാമെന്ന് ഞാൻ വിവരിക്കാം. കേട്ടാലും മുനെ. ദേഹത്തിൻ്റെ മധ്യത്തിലാണ് ഹൃത്പദ്മം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും മുകളിലേക്കും താഴേക്കും രണ്ടു സങ്കേതങ്ങളെ അവലംബിച്ചാണ് സമമായി പ്രാണൻ പ്രസരിക്കുന്നത്. മുകളിലേക്കു പ്രസരിക്കുന്ന പ്രാണനെ പ്രാണനെന്നും താഴേക്കു പ്രസരിക്കുന്ന പ്രാണനെ അപാനനെന്നും വിളിക്കുന്നു. ഇവയുടെ ഗതികളെ വ്യക്തമായി അറിഞ്ഞ് അനുസരിച്ചുകൊണ്ടാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഇവരിൽ പ്രാണൻ ഉഷ്ണശരീരിയാണ്, അപാനൻ ശീതശരീരിയും. അതുകൊണ്ട് പ്രാണനെ സൂര്യനായും അപാനനെ ചന്ദ്രനായും കണക്കാക്കിയിരിക്കുന്നു. സദാ ആകാശത്തിലെ വഴിയാത്രക്കാരായ ഇവർ രണ്ടുപേരും കൂടിയാണ് അനായാസമായി ദേഹമെന്ന ഈ മഹായന്ത്രത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയാകാശത്തിൽ ഇവർ സൂര്യനും ചന്ദ്രനുമായി വിളങ്ങുന്നു എന്നോ അല്ലെങ്കിൽ അഗ്നിയും സോമനുമായി വിളങ്ങുന്നു എന്നോ കരുതാം.
ഈ പ്രാണാപാനന്മാരെ ഞാൻ സദാ അനുസരിക്കുന്നു. ശരീരരഥത്തെ ഓടിക്കുന്ന ഈ പ്രാണാശ്വങ്ങളുടെ ഗതി ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലെല്ലാം സദാ സമരൂപത്തിലാണ്. നിരന്തരം ഇവയെ അനുസരിക്കുന്നതുകൊണ്ട് എൻ്റെ വാസനകൾ ബ്രഹ്മത്തെ വിട്ടകന്നു പോകാറില്ല. എന്തെന്നാൽ ഇവ പൊന്തി വരുന്നതും സഞ്ചരിച്ചു നീങ്ങുന്നതുമൊക്കെ ബോധരൂപമായ ബ്രഹ്മത്തിലാണല്ലോ. ആയിരമായി കീറിയ താമര നൂലിനേക്കാൾ സൂക്ഷ്മതരമാണ് ഇവയുടെ ഗതി. അതുകൊണ്ട് തിരിച്ചറിയുക പ്രയാസം. ബ്രഹ്മൻ ഈ പ്രാണഗതി ബോധത്തിൽ നിന്നുള്ള സ്പന്ദനശക്തിയാണല്ലോ. സദാ സഞ്ചാരമാണ്. ശരീരഗ്രഹത്തിനുള്ളിലും പുറത്തും പ്രാണൻ സദാ മുകളിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്പന്ദനശക്തിയായ അപാനൻ ശരീരഗ്രഹത്തിനുള്ളിലും പുറത്തും സദാ കീഴ്പോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ബോധത്തിൽ സ്പന്ദിക്കുന്ന ഈ പ്രാണാപാന ഗതി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ പ്രാണായാമം. ബോധത്തിൽ സ്പന്ദിക്കുന്ന ഈ പ്രാണാപാന ഗതി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ പ്രാണായാമം. ഒരു ജ്ഞാനി ഉറക്കത്തിലായാലും ഉണർവിലായാലും ഈ പ്രാണാപാന ഗതി തിരിച്ചറിഞ്ഞ് സദാ പ്രാണായാമ നിരതനായി വർത്തിക്കുന്നു. ഈ അറിവ് മോക്ഷത്തിന് വഴിതെളിക്കുന്നു. ഹൃദയാംബുജത്തിനുള്ളിൽ നിന്ന് ആയാസമില്ലാതെ സ്വാഭാവികമായി പ്രാണസ്പന്ദനങ്ങൾ പുറത്തേക്ക് ഉള്ളിൽ മൂക്കിൻ്റെ അറ്റം വരെ പ്രസരിക്കുന്നതാണ് ഈ പ്രാണായാമത്തിലെ ആന്തരരേചകം. ദേഹത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രാണൻ 12 അങ്കുലം അകലെ എത്തി നിന്ന് പ്രാണാവയവങ്ങൾ തിങ്ങി നിറയുന്നതിനെ ബാഹ്യപൂരകം എന്ന് വിളിക്കുന്നു. പുറമേ നിന്നും ഉള്ളിലേക്ക് കടക്കുന്ന അപാനൻ അനായാസമായി ദേഹത്തിൽ നിറഞ്ഞു തിങ്ങുന്നതിനെ അന്തഃപൂരകം എന്ന് വിളിക്കുന്നു. അപാനഗതി അവസാനിച്ച് എന്നാൽ പ്രാണൻ ഉദയം ചെയ്തിട്ടുമില്ല. ഈ അവസ്ഥയെയാണ് കുംഭകം എന്ന അനുഭവത്തിലൂടെ യോഗികൾ വിവരിക്കുന്നത്. ദേഹത്തിനുള്ളിൽ പ്രാണൻ നിശ്ചലമായി സ്ഥിതി ചെയ്യുന്ന ഈ അവസ്ഥയാണ് ആന്തരകുംഭകം. ഒരേ മണ്ണ് മണ്ണായും കുഴച്ച മണ്ണായും കുടമായും ഭവിക്കുന്നത് പോലെ പ്രാണപ്രക്രിയകളായ രേചക പൂരക കുംഭകങ്ങളും സ്ഥാനഭേദേന 3 വിധം ഉണ്ടെന്നറിയൂ. മൂക്കിൻ്റെ നേരെ അറ്റത്ത് 12 അങ്കുലം ദൂരത്തെത്തി അപാനൻ നിശ്ചലത കൈക്കൊള്ളുന്നതാണ് ബാഹ്യകുംഭകം. പുറത്തേക്ക് പ്രസരിക്കുന്ന പ്രാണൻ നേരെ മൂക്കിൻ്റെ അഗ്രം വരെ എത്തി നിൽക്കുന്ന ഗതിയാണ് ഒന്നാമത്തെ ബാഹ്യപൂരകം. അപ്പോൾ 12 അങ്കുലം വരെ അകലെ എത്തുന്ന സ്ഥിതി രണ്ടാമത്തെ ബാഹ്യപൂരകമായി കണക്കാക്കാം. പ്രാണൻ പുറത്തു വന്ന് നിലച്ചു. ഉള്ളിലേക്കു കടക്കാൻ അപാനൻ ഉദയം ചെയ്തിട്ടുമില്ല. ഈ സ്ഥിതിയെയാണ് ബാഹ്യകുംഭകം. ഉള്ളിലേക്ക് കടക്കാനായി അപാനൻ ഉദയം ചെയ്യുന്നതാണ് ബാഹ്യരേചകം. പ്രാണചലനങ്ങളെ ഇങ്ങനെ ചിന്തിച്ച് ധരിച്ചാൽ മുക്തി എളുപ്പമാകും. ഉള്ളിലേക്കു കടക്കാനായി 12 അങ്കുലത്തിൽ ഉദയം ചെയ്ത് തടിച്ച് ശക്തി പ്രാപിക്കുന്ന അപാനസ്ഥിതിയാണ് മറ്റൊരു ബാഹ്യപൂരകം. ഉള്ളിലും പുറത്തുമായി ഇങ്ങനെ പ്രാണാപാനഗതികളെ രേചക പൂരക കുംഭക രൂപത്തിൽ തടഞ്ഞ് പ്രാണായാമ നിരതനായാൽ പിന്നെ പുനർജന്മത്തിന് ഇടവരികയില്ല. പ്രാണായാമം വസ്തുബോധത്തെ ശക്തിപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. പ്രാണായാമം വസ്തുബോധത്തെ ശക്തിപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ 10 വിധം പ്രാണായാമം പറയപ്പെട്ടതായി തോന്നാമെങ്കിലും 8 വിധമാണ് പ്രധാനം. രേചക പൂരക കുംഭകങ്ങൾ ബാഹ്യ ആഭ്യന്തര ഭേദേന 6 വിധം. 2 പ്രത്യേകതരം ബാഹ്യപൂരകങ്ങൾ. ഈ 8 വിധ പ്രാണായാമവും ദേഹപ്രാണന്മാരുടെ സ്വഭാവമാണ്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഇവ ബോധപൂർവം ഓർമ്മിക്കുമെങ്കിൽ അവ ഒരുവനെ നിശ്ചയമായും മുക്തിയിൽ കൊണ്ടെത്തിക്കും. ബാഹ്യചിന്തകൾ വെടിഞ്ഞ് വ്യഗ്രത കൂടാതെ ഈ പ്രാണായാമ പ്രക്രിയയിൽ ഏർപ്പെടണം. എന്നാൽ ഏതാനും ദിവസം കൊണ്ട് തന്നെ ഉള്ളിൽ സത്യം തെളിഞ്ഞു കിട്ടും. ഈ അഭ്യാസം തുടരുന്നയാൾക്ക് വിഷയങ്ങളിൽ ആസക്തി കുറഞ്ഞു വരും. പട്ടിയുടെ തോലുകൊണ്ട് നിർമ്മിച്ച സഞ്ചി ബ്രാഹ്മണന് നിഷിദ്ധമാകുന്നത് പോലെ വിഷയങ്ങളെ അയാൾ പുറന്തള്ളും. ഈ ദൃഷ്ടി അവലംബിച്ച് ബുദ്ധിക്ക് ഏകാഗ്രത കിട്ടിയാൽ ആ ബുദ്ധി കിട്ടേണ്ടതെല്ലാം കിട്ടിയെന്ന് തൃപ്തിയടയും.
ലൗകിക ഖേദമൊന്നും പിന്നെ അവരെ സ്പർശിക്കില്ല. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉണർവിലും ഉറക്കത്തിലും സദാ ഈ പ്രാണാവബോധ ദൃഷ്ടി മനസ്സാഭ്യസിക്കുമെങ്കിൽ പിന്നെ ബന്ധം അവശേഷിക്കുകയില്ല. പ്രാണൻ്റെ സൂക്ഷ്മദൃഷ്ടി അതിൻ്റെ നേരെ പിന്നിലുള്ള ബോധസത്യത്തെ സ്വരൂപമായി തെളിയിച്ചു തരുമെന്ന് താൽപ്പര്യം. ഉള്ളിലുള്ള ഹൃദയ പങ്കജത്തിൽ നിന്നാണ് അല്ലയോ ബ്രഹ്മൻ പ്രാണൻ ഉദയം ചെയ്യുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രാണൻ്റെ ഈ ഉറവ തന്നെ അവിടെ ബോധസ്വരൂപനായ ഈശ്വരൻ ഇരിക്കുന്നു എന്നതിന് തെളിവല്ലേ? ഈ പ്രാണൻ പുറത്ത് 12 അങ്കുലം വരെ എത്തി ജഗത് പ്രാണനിൽ വിലയിക്കുന്നു. പുറത്ത് 12-ാം അങ്കുലത്തിൽ നിന്ന് തുടർന്ന് അപാനൻ ഉദിച്ച് പ്രസരിച്ച് ഉള്ളിൽ കടന്ന് ഹൃദയപങ്കജത്തിൽ വിലയിക്കുന്നു. ചന്ദ്രരൂപിയായ അപാനൻ പുറത്തുനിന്നും ദേഹത്തിനുള്ളിലെത്തിയാണ് വിലയിക്കുന്നത്. പ്രാണൻ സൂര്യനാണ് അഥവാ അഗ്നിയാണ്. അത് സദാ ദേഹത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിലുള്ള അപാന ചന്ദ്രക്കല പ്രാണസൂര്യനുമായി ഏകീഭവിക്കുന്നതോടെ രണ്ടിൻ്റെയും ഉറവിടമായ ബോധസത്യം ഹൃദയത്തിൽ തെളിഞ്ഞ് ജനന മരണഭ്രമം അവസാനിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രാണസൂര്യൻ്റെ കിരണം അപാനചന്ദ്രനുമായി എപ്പോൾ ഏകീഭവിക്കുന്നുവോ അപ്പോൾ ജനന മരണഭ്രമം ഒടുങ്ങിക്കിട്ടുന്നതാണ്. പ്രാണൻ്റെ ഗമനാഗമന പ്രക്രിയകളാണ് അവയെ സൂര്യചന്ദ്രന്മാരാക്കി മാറ്റുന്നത്. പ്രാണൻ അപാനനെയോ അപാനൻ പ്രാണനെയോ തന്നിൽ അലിയിച്ചു കഴിയുമ്പോൾ രണ്ടിൻ്റെയും ഇടയ്ക്കു നിൽക്കുന്ന വസ്തു തെളിഞ്ഞ് താൻ അതാണ് എന്ന് ബോധ്യപ്പെടുന്ന യോഗി പിന്നെ ജനിക്കാൻ ഇടവരുന്നില്ല. പ്രാണൻ ലയിച്ച ഇടം, അപാനൻ ഉദിക്കാൻ പോകുന്ന ഇടം, ഇങ്ങനെ അപാന പ്രാണന്മാർക്ക് മധ്യേ സ്ഥിതി ചെയ്യുന്ന ബോധാത്മാവിനെ നാം ഉപാസിക്കുന്നു. അപാനൻ ലയിച്ചു, പ്രാണൻ ഉദിച്ചു കഴിഞ്ഞിട്ടില്ല. ആ നിലയിൽ തെളിയുന്ന സൃഷ്ടികളങ്കമൊന്നും ബാധിച്ചിട്ടില്ലാത്ത ബോധതത്വത്തെ നമുക്ക് ഉപാസിക്കാം. അപാനൻ ഉദിച്ചിട്ടില്ല, പ്രാണൻ അസ്തമിക്കുകയും ചെയ്തു. ആ നില നാസാഗ്രത്തിലെ ആകാശതലങ്ങളിൽ തെളിയുന്ന ബോധതത്വത്തെ നമുക്ക് ഉപാസിക്കാം. സൃഷ്ടികളങ്കങ്ങളൊന്നും ബാധിച്ചിട്ടില്ലാത്തതും എന്നാൽ ജീവരൂപത്തിൽ സദാ സൃഷ്ടികലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതും ആനന്ദ അനുഭവ സമ്പന്നരും പരമസത്യമെന്ന നിലയ്ക്ക് എല്ലാ ദേവന്മാരാലും പ്രണമിക്കപ്പെടുന്നതുമായ പരമകാരണ വസ്തുവിനെ നാം ശരണം പ്രാപിക്കുന്നു. മഹർഷേ, ഇതാണ് പ്രാണസമാധി കൊണ്ട് ഞാൻ നേടിയ ആത്മശാന്തി. ഞാൻ കഴിഞ്ഞതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഒരിക്കലും ചിന്തിക്കാറില്ല. അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞുകൂടുന്നു. ഇതിന് കിട്ടിക്കഴിഞ്ഞു, ഇത് ഇന്ന് കിട്ടിക്കഴിഞ്ഞു, ഇനി നാളെ ഇത് കിട്ടാനിരിക്കുന്നു. ഈ ചിന്ത ഒരിക്കലും എന്നെ ബാധിക്കാത്തതുകൊണ്ട് ഞാൻ ചിരകാലമായി ജീവിക്കുന്നു. ഞാൻ ഒരിക്കലും സ്തുതിക്കാറില്ല, ഒരിടത്തും ഒന്നിനെയും സ്തുതിക്കാറില്ല, നിന്ദിക്കാറുമില്ല. എന്നെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ ചിന്തയില്ല. അതുകൊണ്ട് ഞാൻ ചിരകാലമായി ജീവിച്ചു പോരുന്നു. ഞാൻ ഇഷ്ടലാഭത്തിൽ സന്തോഷിക്കാറില്ല, അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖിക്കാറുമില്ല. സദാ സമഭാവനയിൽ വർത്തിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചിരകാലമായി സുഖമായി ജീവിക്കുന്നു. 270-ാം പദ്യം. പരമം ത്യാഗമാലംബ്യ സർവമേവ സദൈവ ഹി ജീവിതാതി മയാ ത്യക്തം തേന ജീവാമ്യനാമയഃ. പരമം ത്യാഗം ആലംബ്യ, വസ്തുബോധത്തിലൂടെ സർവവും ത്യജിച്ചിട്ട്, സദാ ഏവ ഹി, എല്ലായ്പ്പോഴും തന്നെ, സർവം ഏവ, എല്ലാം തന്നെ, ജീവിതാദി, ജീവിതമുൾപ്പെടെ, മയാ ത്യക്തം, എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടു, തേന അനാമയഃ ജീവാമി, അതുകൊണ്ട് ഞാൻ ഒരു കേടുമില്ലാതെ ജീവിക്കുന്നു. വസ്തുബോധത്തിലൂടെ സർവവും ത്യജിച്ചിട്ട് എല്ലായ്പ്പോഴും തന്നെ, എല്ലാം തന്നെ, ജീവിതമുൾപ്പെടെ എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഒരു കേടുമില്ലാതെ ജീവിക്കുന്നു. പരമം ത്യാഗമാലംബ്യ, ഒരു കേടുമില്ലാതെ എന്നും ജീവിക്കാൻ എന്താണ് മാർഗം? ത്യാഗമാണ് മാർഗം. ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം സാധ്യമാവൂ എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപനം. എന്ത് ത്യജിക്കണം? എല്ലാം ത്യജിക്കണം. വ്യക്തി ജീവിതത്തെ പോലും ത്യജിക്കണം. എപ്പോൾ ത്യജിക്കണം? എപ്പോഴും ത്യജിക്കണം. ഈ ത്യാഗമാണ് ഗീത ഉപസംഹരിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ 18-ാം അധ്യായത്തിൽ
66-ാം പദ്യത്തിൽ അർജുനനോട് ശുപാർശ ചെയ്യുന്ന സർവധർമ്മ പരിത്യാഗം. ഈ ത്യാഗം എങ്ങനെ സാധിക്കാനാണ്? ഒരൊറ്റ മാർഗമേയുള്ളൂ. അതും കൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാമേകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. എല്ലാം ത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുമ്പോൾ ശരണം പ്രാപിക്കുന്ന നീ പോലും ബാക്കിയുണ്ടാകരുത്. ഞാൻ മാത്രമേ അവശേഷിക്കാവൂ. നീ ബാക്കി നിന്നാൽ നിന്റെ ത്യാഗം സർവത്യാഗമല്ലാതായി പോകും. ഇതെന്ത് ത്യാഗമാണ്? ഇതാണ് വസ്തുബോധരൂപമായ ത്യാഗം. ഇവിടെ ആനന്ദഘനമായ ഒരു അദ്വയബോധ സത്യം മാത്രമേ നിലവിലുള്ളൂ. ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല, എല്ലാം ഒരേ ബ്രഹ്മം. ഇനി ആര് ത്യജിക്കാൻ? ആരെ ത്യജിക്കാൻ? ഈ ശാസ്ത്രീയമായ സത്യസ്ഥിതി ബുദ്ധിയെ പഠിച്ച് ഉറപ്പിക്കുക. അതുതന്നെയാണ് അമൃതത്വം. ഈ അമൃതത്വത്തിലാണ് കാകഭൂഷുണ്ട യോഗീന്ദ്രൻ്റെ ചിരജീവിത്വം. യോഗീന്ദ്രൻ തുടർന്നു, മഹർഷി, എൻ്റെ മനസ്സിന് ചലനമില്ല, ശോകമില്ല, ആഗ്രഹമില്ല. എൻ്റെ മനസ്സ് ശാന്തം. അതുകൊണ്ട് ഞാൻ ഒരു കേടും കൂടാതെ ജീവിക്കുന്നു. ഇതെൻ്റെ ബന്ധു, ഇതെൻ്റെ ശത്രു, ഇവൻ എൻ്റേത്, അവൻ അന്യൻ്റേത് എന്ന ചിന്തകളൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ചിരഞ്ജീവിയായി കഴിയുന്നു. ആശാപാശങ്ങൾ ഒഴിഞ്ഞുമാറിയ എൻ്റെ ചിത്തം ഏക വസ്തുവിൽ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമതൊന്നുണ്ടെന്നേ അത് കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കേടും കൂടാതെ ജീവിക്കുന്നു. സുഖസമ്പന്നരെത്തിയാൽ അവരോട് സുഖം അഭിനയിക്കുന്നു, ദുഃഖിതരെത്തിയാൽ അവരോട് ദുഃഖം. ഞാൻ എല്ലാവർക്കും പ്രിയമിത്രം. അതുകൊണ്ട് ഒരു കേടുമില്ലാതെ ജീവിക്കുന്നു. ആപത്തിൽ ഞാൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്നു. സമ്പത്തിൽ ലോകത്തിന് മുഴുവൻ സുഹൃത്തായി വർത്തിക്കുന്നു. ഉണ്മയോ ഇല്ലായ്മയോ എന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കേടും കൂടാതെ ജീവിക്കുന്നു. ബ്രഹ്മൻ, ഞാൻ എങ്ങനെ ചിരഞ്ജീവിയായി കഴിയുന്നു എന്ന അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞു. ധാർഷ്ട്യം നിമിത്തമല്ല, അറിവിൻ്റെ മറുകര കണ്ട അങ്ങയുടെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി മാത്രം. ബ്രഹ്മൻ, ഞാൻ എങ്ങനെ ചിരഞ്ജീവിയായി കഴിയുന്നു എന്ന അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞു. ധാർഷ്ട്യ നിമിത്തമല്ല, അറിവിൻ്റെ മറുകര കണ്ട അങ്ങയുടെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി മാത്രം. വസിഷ്ഠൻ പറഞ്ഞു, ആശ്ചര്യം. ചെവിക്ക് അമൃതം പോലുള്ള വാക്കുകളാണ് അങ്ങ് പറഞ്ഞത്. അങ്ങേയറ്റം ആശ്ചര്യകരമാണ് അങ്ങയുടെ ജീവിതകഥ. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ദിവ്യമായ ഗൃഹാന്തർഭാഗത്തേക്ക് കടന്നോളൂ. സമയം ഉച്ചയായി. ഞാനും ദേവലോകത്തേക്ക് മടങ്ങട്ടെ. അങ്ങെന്നെ യാത്രയാക്കാനായി അനുഗമിക്കേണ്ടതില്ല. ഞാനിങ്ങനെ പറഞ്ഞ് ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റ് ഒരു പക്ഷിയെപ്പോലെ ആകാശത്തേക്കുയർന്നു. യോജന ദൂരം ആ യോഗീന്ദ്രൻ ആകാശത്തിൽ തന്നെ അനുഗമിച്ചു. ഞാൻ നിർബന്ധപൂർവം തടഞ്ഞതുകൊണ്ട് തിരിച്ചു മടങ്ങി. സജ്ജനസംഘം ത്യജിക്കുക പ്രയാസം. കൃതയുഗ ആരംഭത്തിൽ വീണ്ടും ഞാൻ അദ്ദേഹത്തെ കണ്ടു. അതേ മേരുശൃംഗത്തിൽ ഭൂഷുണ്ഡനുമായി ഞാൻ ഒത്തുചേർന്നു. രാമാ, കൃതയുഗം പോയി, ഇപ്പോൾ ത്രേതായുഗമാണല്ലോ. ശത്രുസംഹാരിയായ രാമ, ത്രേതായുഗത്തിൻ്റെ മധ്യത്തിലാണ് നീ ഇന്ന് ജനിച്ചിരിക്കുന്നത്. വീണ്ടും 8-ാം വർഷത്തിൽ ആ പർവ്വതശൃംഗത്തിൽ ഞാൻ ഭൂഷുണ്ഡ യോഗീന്ദ്രനെ കണ്ടു. ജരാനര ബാധിക്കാതെ പണ്ടേ പോലെ തേജോമയനായി. ഇങ്ങനെ അതിവിചിത്രമായ ഭൂഷുണ്ഡ ചരിതം ഞാൻ നിന്നെ കേൾപ്പിച്ചു. കേട്ടതൊക്കെ നല്ലവണ്ണം വിചാരം ചെയ്ത് നോക്കൂ. എന്നിട്ട് യുക്തമായത് അനുഷ്ഠിക്കൂ. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ഭൂഷുണ്ഡോപാഖ്യാനം നാമ പ്രഥമഃ സർഗഃ. അടുത്ത സർഗം 2 ദേവപൂജോപാഖ്യാനം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.